എന്തെല്ലാം അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളെ കൃത്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് സ്ത്രീകളും അതുപോലെ തന്നെ പൊതുസമൂഹവും മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. പുരുഷ മേധാവിത്വ കേന്ദ്രീകൃതമായ സമൂഹത്തിന്റെ ഭാഗമായി ഇപ്പോഴും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന നിലപാടിലേക്ക് എങ്ങനെ പോകാനാവില്ല. പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ച് സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകേണ്ടി വരും. ആ പുരോഗമനപരമായ നിലപാട് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും എല്ലാം കൂട്ടായ ശ്രമത്തിന്റെ അല്ലെങ്കിൽ അത് പിൻപറ്റി മുമ്പോട്ടേക്ക് വന്ന കേരളീയ സമൂഹത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് ഈ കേരളമാണ്. സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് വേണ്ടി, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി, മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി സമൂഹത്തെ കാണാൻ അന്നേ വെച്ച മുദ്രാവാക്യം 1789 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുമ്പിൽ ഉയർത്തിയ മുദ്രാവാക്യം, അതിന്റെ സ്ഥിതിയിലേക്ക് പോലും നമുക്ക് കടക്കാൻ സാധിക്കുന്നില്ല. ഞാനൊരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞു, ഒരു പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം. അത് പറഞ്ഞപ്പോ ചിലർ പ്രകോപിതരാകുകയാണ്. ഒരാളും പ്രകോപിതമായിട്ടൊരു കാര്യമില്ല. ആ മുദ്രാവാക്യം സമ്മതിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാത്ത ആളുകൾ അവരെന്താണ് വിളിക്കേണ്ടത് എന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല, ഒരു വ്യക്തിയെയും ഒരു സമുദായത്തെയും ഉദ്ദേശിക്കുന്നില്ല, സമൂഹത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉസ്താദിനൊരു നിലപാടുണ്ട്. ആ നിലപാട് തുറന്നു പറയുന്നതിൽ ആരെയും ഭയപ്പെടാത്ത ഒരു നേതാവായിട്ടാണ് അദ്ദേഹം കേരളീയ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ഉസ്താദിനെ ഒറ്റപ്പെടുത്താൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കുകയില്ല എന്ന വസ്തുത ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പും അത്തരത്തിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പല നിലപാടുകളെയും ഉസ്താദ് എതിർക്കാറുണ്ട്. ഞങ്ങളുടെ ആശയത്തോട് യോജിക്കുന്ന ഇല്ല എന്ന് പലപ്പോഴും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്, ഉസ്താദിൻ്റെ നിലപാടാണ്. മറ്റുള്ളവരുടെ നിലപാടിനെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കണം. അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള എതിർപ്പ് പരസ്യമായി പറയുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ സഹിഷ്ണുതയോടുകൂടിയാണ് അത് കാണാറ്.